KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ചേളാരി വിഭാഗത്തിന്റെ പിടിവാശി. 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള കക്കോവ് ജുമുഅത്ത് പള്ളി അടച്ചുപൂട്ടലിന്റെ വക്കിൽ. തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അലസി. സംസ്ഥാന മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ആദ്യ 7 റാങ്കുകൾ ആൺകുട്ടികൾക്ക്. മടവൂർ CM സെന്റർ വിദ്യാർത്ഥിക്ക് മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 38ാം റാങ്ക്. ജിഷ വധക്കേസ് കേരളത്തിന് വെല്ലുവിളി, തെളിയിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഈ മാസം. അധ്യയന വർഷം ആരംഭിച്ചു. 80% പാഠപുസ്തകങ്ങളും സ്കൂളുകളിലെത്തി. കന്റോൺമെന്റ് ഹൌസിന് വിട. VS അച്യുതാനന്ദൻ ഇനി പുതിയ വാടക വീട്ടിൽ. പദവി വേണമെങ്കിൽ കുറിപ്പ് നൽകേണ്ടതില്ല, നേരിട്ട് പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് VS അച്യുതാനന്ദൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാന മെഡിക്കൽ എൻട്രൻസ് ഫലം പ്രഖ്യാപിച്ചു. ആദ്യ 7 റാങ്കുകളും ആൺകുട്ടികൾക്കാണ്. കണ്ണൂരിലെ മുഹമ്മദ് മുനവർ 1ാം റാങ്കും ചെന്നൈയിലെ ലക്ഷ്മൺദേവ് 2ാം റാങ്കും നേടി. ആദ്യ 10ൽ 3 പെൺകുട്ടികളാണുള്ളത്. ബെൻസർ ജേക്ക് കൊച്ചി, MC റമീസ ജഹാൻ മലപ്പുറം, കെവിൻ ജോയ് പുല്ലൂക്കര, അജയ് S നായർ തൃപ്പൂണിത്തുറ, K ആസിഫ് അബാൻ മലപ്പുറം, K ഹരികൃഷ്ണൻ കോഴിക്കോട്, അലിന അഗസ്റ്റിൻ കോട്ടയം, A നിഹല മലപ്പുറം എന്നിവർക്കാണ് യഥാക്രമം 3 മുതൽ 10 വരെയുള്ള റാങ്കുകൾ. SC വിഭാഗത്തിൽ ബിബിൻ ജി രാജ് 1ാം റാങ്കും അരവിന്ദ് രാജൻ 2ാം റാങ്കും നേടി. ST വിഭാഗത്തിലെ 1ാം റാങ്ക് പ്രഖ്യാപിച്ചിട്ടില്ല. B മേഘനയ്ക്കാണ് 2ാം റാങ്ക്. ആകെ 1,04,787 പേർ യോഗ്യത നേടിയതായും വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് അറിയിച്ചു. ഏകീകൃത മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ കേന്ദ്ര സർക്കാർ ഓർഡിനൻസിലൂടെ ഈ വർഷം ഇളവ് സാധ്യമാക്കിയതോടെയാണ് സംസ്ഥാന പ്രവേശന പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത്. 1,04,787 പേർ യോഗ്യത നേടി. ഫലം www.c.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. മടവൂർ CM സെന്റർ വിദ്യാർത്ഥിക്ക് മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 38ാം റാങ്ക്. കേരള മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ മടവൂർ CM സെന്റർ വിദ്യാർത്ഥി ബിലാൽ മുഹ്സിനാണ് 38ാം റാങ്ക് നേടിയത്. കാടാമ്പുഴ ജാറത്തിൽ മുജീബ് റഹ്മാൻ സെലീന ദമ്പതികളുടെ മകനായ ബിലാൽ മുഹ്സിൻ 2013 മുതൽ CM സെന്റർ ഹയർ എഡ്യൂക്കേഷൻ സെന്ററിന് കീഴിൽ പഠനം നടത്തിവരികയാണ്. സജീവ SSF പ്രവർത്തകനായ ബിലാലിനെ CM സെന്റർ ജനറൽ സെക്രട്ടറി TK അബ്ദുറഹ്മാൻ ബാക്കവി, ജനറൽ മാനേജർ മുസ്തഫ സഖാഫി മരഞ്ചാട്ടി, K ആലിക്കുട്ടി വൈസി, മറ്റു കമ്മിറ്റി അംഗങ്ങൾ അനുമോദിച്ചു. 10ാം ക്ലാസ്സിൽ ഉന്നത ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്ക് മികവുറ്റ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ സ്കൂളിൽ ഹയർ സെക്കൻഡറി പഠനം നടത്താനും പിന്നീട് അഭിരുചിക്കനുസരിച്ച് MBBS, MTech, സിവിൽ സർവീസ്, CA, പോളി, ജേർണലിസം, IT, MA തുടങ്ങിയ വിവിധ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും അവസരമൊരുക്കുന്നത് CM സെന്ററിന് കീഴിലുള്ള ഐഫർ അക്കാദമിയാണ്. ജിഷ വധക്കേസ് സംബന്ധിച്ച് ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ മൊഴിയെടുക്കുമെന്ന് പുതിയ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. ചുമതലയേറ്റെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പെരുമ്പാവൂർ ട്രാഫിക് സ്റ്റേഷനിലെത്താൻ ജോമോന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനകം പുതിയ ചില വിവരങ്ങൾ പുറത്തുവരുമെന്നും DGP പറഞ്ഞു. ജിഷ വധക്കേസ് കേരള പോലീസിന് വെല്ലുവിളിയാണ്. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുവരെ ഒരു കേസും തെളിയിക്കാതിരുന്നിട്ടില്ല. ജിഷ വധക്കേസ് തെളിയിക്കും. തെളിയിക്കപ്പെടാത്ത കേസുകളിൽ വീണ്ടും അന്വേഷണം നടത്തും. പോലീസ് സേനയെ ആധുനികവൽക്കരിക്കും. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന നൽകും. സേനയിൽ CBI മാതൃകയിൽ അന്വേഷണ സംവിധാനം കൊണ്ടുവരുമെന്നും DGP പറഞ്ഞു. കാരണം കേരളയിലെ ജനങ്ങൾക്ക് ടെക്നോളജി ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആൾക്ക് 2-3 സ്മാർട്ട് ഫോൺ കാണും. സോ എനിക്ക് അതോട് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെയ്യാം. കാരണം ദേ ലൈക്ക് ദ ടെക്നോളജി. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ട്രാഫിക്കിൽ മനോജ് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി മുന്നിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആക്കാം. ആപ്പ് ബേസ്ഡ് വളരെ വളരെ പൊതുജനക്ക് ഈസി ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആക്കണം എല്ലാ ടെക്നോളജി. അതിൽ കാരണം ഇപ്പോഴത്തെ കുട്ടികൾ മറ്റേ ട്രെയിനിങ് നമ്മുടെ പോലീസിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്സ്
നല്ല രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. കുറച്ച് പഴയ ആൾക്കാർക്ക് ആ സമയത്ത് ട്രെയിനിങ് ഉണ്ടായിരുന്നില്ല. അതോ എനിക്കൊരു ഒരു തടസ്സം, ഒരു ഒബ്സ്റ്റാക്കിൾ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ചെയ്യാം. വേറെ കുറേ പ്ലാൻസ് ഉണ്ട്. കാരണം ഞാൻ കുറേ ഒരു വെൽ ട്രാവൽഡ് ആളായതുകൊണ്ട് പല കാര്യങ്ങൾ പല സ്ഥലത്തിൽ കണ്ടിട്ടുണ്ട്. വേറെ ഞാൻ 2-3 കമ്മിറ്റിയുടെ ചെയർമാനാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ഇപ്പോൾ വേറെ ഒരു കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട് സ്മാർട്ട് സിറ്റിനെ പറ്റി. അതിൽ ഓൾസോ ഞാനുണ്ട്. അതല്ലേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഇപ്പോൾ സ്മാർട്ട് സിറ്റി ആയല്ലോ. എനിക്ക് ഭയങ്കര ഒരു സങ്കടം അതിന് മനസ്സിലുണ്ടാക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ലീവ്. ഞാനൊരു കേസ് തെളിയിച്ചിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. സോ ഐ ആം വെരി കോൺഫിഡൻറ്റ്. ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോവില്ല, കാരണം ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. സത്യം ചോദിച്ചാൽ എക്സെപ്റ്റ് പത്രവാർത്തകളിൽ കുറച്ച് മാത്രം എനിക്ക് ഇത്. പക്ഷെ ഞാനൊരു ഇപ്പോൾ ഒരു പോളിസി ഒരു റിസോൾവ് സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. I am confident that my officers giving proper direction and giving proper ideas, they will do wonders. കാരണം ഞാൻ എറണാകുളം കമ്മീഷണറായ സമയത്ത് 2-3 കേസ് അങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മണിമല കേസ് ആൻഡ് ഓൾ ദോസ് ഫേമസ് കേസസ്. അതിൽ എന്താ ഒരു രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായി ഉടൻ തന്നെ ചുമതലയേൽക്കുമെന്ന സൂചന. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഈ മാസം യോഗം ചേരും. രാഹുൽ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതോടെ പാർട്ടിയുടെ നേതൃനിരയിലും സമൂലമായ അഴിച്ചുപണിയുണ്ടാകുമെന്നാണ് സൂചന. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദയനീയ തോൽവിയുണ്ടായത് മുതൽ രാഹുൽ ഗാന്ധി നേതൃനിരയിലേക്ക് വരണമെന്ന ആവശ്യമുയർന്നിരുന്നു. എന്നാൽ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഇതുവരെ തയ്യാറായിരുന്നില്ല. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലും അസമിലും കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടതോടെയാണ് നേതൃമാറ്റം വീണ്ടും സജീവ ചർച്ചയായത്. രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവി ഏറ്റെടുക്കണമെന്ന് മുതിർന്ന നേതാവായ ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടപ്പോൾ ജയറാം രമേശും ഇതിനെ പിന്തുണച്ചിരുന്നു. പാർട്ടിയുടെ സമുന്നത പദവി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിയും മാനസികമായി തയ്യാറെടുത്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഈ മാസം തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർക്കും. അധ്യയന വർഷം ആരംഭിച്ചു. 80% പാഠപുസ്തകങ്ങളും സ്കൂളുകളിലെത്തി. വിശദാംശങ്ങൾ കരീം എലംകുളം നൽകുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ 80% പാഠപുസ്തകങ്ങളും സ്കൂളുകളിലെത്തിയതായി KVPS അറിയിച്ചു. 30 ലക്ഷം പാഠപുസ്തകങ്ങളാണ് ഹബ്ബുകളിലുള്ളത്. 6-7 ക്ലാസുകളിലേതാണ് വിതരണം ചെയ്യാനുള്ളതിൽ ഭൂരിഭാഗവും. 15 ലക്ഷത്തിന്റെ അച്ചടി പൂർത്തിയാകാനുണ്ട്. ജൂൺ 15-നകം പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ മാറുന്ന 9-10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ ബഹുവർണ്ണങ്ങളിലുള്ളവയാണ്. ഹൈസ്കൂൾ ക്ലാസുകളിലെ അച്ചടിയാണ് ആദ്യം തുടങ്ങിയതും വിതരണം പൂർത്തിയായതും. IT പുസ്തകത്തിന്റെ അച്ചടിക്കുള്ള അനുമതി മെയ് 5-നാണ് ലഭിച്ചത്. അതിനാൽ ഇവ സ്കൂളുകളിലെത്താൻ വൈകും. ITയുടെ തമിഴ്, കന്നഡ മീഡിയം പുസ്തകങ്ങളുടെ അച്ചടിയെപ്പറ്റി ധാരണയായിട്ടില്ല. പരാതികൾ ഒഴിവാക്കാനായി കഴിഞ്ഞ വർഷം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അച്ചടി നേരത്തെയാക്കാൻ നടപടി സ്വീകരിച്ചിരുന്നു. ഇതിനായി സ്റ്റേഷനറി വകുപ്പിനെ ഒഴിവാക്കി കടലാസ് സംഭരണവും വിതരണവും KVPSനെ ഏൽപ്പിച്ചിരുന്നു. 9-10 ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ കൂടി മാറുന്നതോടെ 4 വർഷം മുമ്പ് തുടങ്ങിയ പാഠപുസ്തക പരിഷ്കരണ നടപടികളും പൂർത്തിയാവും. മുൻവർഷങ്ങളിൽ പാഠപുസ്തകത്തിനു വേണ്ടി മാസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. കുട്ടികൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കേണ്ടിയും വന്നു. ഇത്തവണ പരാതികൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു. മുൻവർഷങ്ങളിൽ വിതരണ സംവിധാനത്തിലെ അപാകതകൾ, വിദ്യാഭ്യാസ, അച്ചടി, ധനവകുപ്പുകളുടെ ഏകോപനമില്ലായ്മ എന്നിവ കാരണമാണ് പാഠപുസ്തക വിതരണം അവതാളത്തിലാക്കിയത്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസ് VS അച്യുതാനന്ദൻ ഒഴിഞ്ഞു നൽകി. ഇന്ന് രാവിലെ 11:30-നാണ് VS തമ്പുരാൻമുക്കിലെ നമിത എന്ന ഇരുനില വാടക വീട്ടിലേക്ക് കുടുംബത്തോടൊപ്പം മാറിയത്. ഭാര്യ വസുമതി, മകൻ അരുൺകുമാർ, മകൾ ആശ എന്നിവരാണ് VSനോടൊപ്പമുണ്ടായിരുന്നത്. അരുൺകുമാറും കുടുംബവും VSനൊപ്പം പുതിയ വീട്ടിൽ താമസിക്കും. നിയുക്ത പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കു വേണ്ടിയാണ് VS വീടൊഴിഞ്ഞത്. കഴിഞ്ഞ 15 വർഷമായി കന്റോൺമെന്റ് ഹൌസിലും ക്ലിഫ് ഹൌസിലുമായി മാറി മാറി കഴിയുകയായിരുന്നു VSും കുടുംബവും. മകൻ VA അരുൺകുമാറുമൊത്ത് കഴിഞ്ഞ ദിവസം VS പുതിയ വീട്ടിലെ സൌകര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ സ്വന്തം കൈയിൽ നിന്നുമാണ് VS വാടക നൽകുക. സ്ഥാനമാനങ്ങൾ ചോദിച്ച് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് കുറിപ്പ് നൽകിയെന്ന വാർത്ത കള്ളമാണെന്ന് VS അച്യുതാനന്ദൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന പത്രം പ്രചരിപ്പിക്കുന്ന കള്ളമാണ് ഇതെന്നും VS ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു.
ഏത് നേതാക്കളോടും എന്തു കാര്യവും നേരിട്ട് പറയാനും എന്തെങ്കിലും എഴുതി കൊടുക്കേണ്ടി വന്നാൽ അതിനും സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും പദവി ആവശ്യമുണ്ടെങ്കിൽ പുതിയ LDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നതിനിടയിൽ യെച്ചൂരിക്ക് കുറിപ്പ് നൽകേണ്ടതില്ല. അന്നും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും യെച്ചൂരിയുമായി പലതവണ കൂടിക്കണ്ടിരുന്നു. അപ്പോഴൊന്നും നൽകാതെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കീറക്കടലാസിലാണ് ഇത്തരം കാര്യങ്ങൾ എഴുതി നൽകി എന്നത് വിചിത്ര ഭാവനയാണ്. ഊരും പേരും എഴുതാതെ വെള്ളക്കടലാസിൽ ആരെയൊക്കൊണ്ട് കൈപ്പടകിൽ എഴുതിപ്പിച്ചായിരിക്കുമോ എന്നൊന്നും ചിന്തിക്കാതെ കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു ആ പത്രം. പല അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടെന്നും അത് കൈമാറി എന്നുമാണ് യെച്ചൂരി പറഞ്ഞത്. അല്ലാതെ ഞാൻ ഏതെങ്കിലും പദവി ആവശ്യപ്പെട്ട് കുറിപ്പു നൽകിയെന്ന് സഖാവ് പറഞ്ഞിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റിൽ VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. ഇരുളാർന്ന മനസ്സുള്ളിൽ പൊരുളിന്റെ ദീപമുണർത്തേ കാന്തപുരം മാനവ മൈത്രേ കയ്യിലെന്തി കൈരളി ചുറ്റേ. ഇരുളാർന്ന മനസ്സുള്ളിൽ പൊരുളിന്റെ ദീപമുണർത്തേ കാന്തപുരം മാനവ മൈത്രേ കയ്യിലേന്തി കൈരളി ചുറ്റി. ധർമ്മത്തിൻ കേരള യാത്ര സിന്ദാബാദ്, കർമ്മത്തിൽ ശാന്തി സുമങ്ങൾ പെയ്തിത വന്നെത്തി മാനവ സ്നേഹം കൊയ്തിടാൻ. ഇരുളാർന്ന മനസ്സുള്ളിൽ പൊരുളിന്റെ ദീപമുണർത്തേ കാന്തപുരം മാനവ മൈത്രേ കയ്യിലേന്തി കൈരളി ചുറ്റി. കൈരളി മുഴങ്ങും സ്നേഹ ശാദ്വല മന്ത്രം, ശാദ്വല മന്ത്രം. കൈരളി മുഴങ്ങും സ്നേഹ ശാദ്വല മന്ത്രം, ശാദ്വല മന്ത്രം. ഖൈറിനാൽ സുരഭിലമാണീ സുമഗന്ധം, സ്നേഹസുഗന്ധം. ഭൂഷരഭൂവിൽ വിതച്ചു വിത്തുപാകി സൗഹൃദം, വിത്തുപാകി സൗഹൃദം. ദേശമൈക്യ ഭൂമികയായി മാറ്റിടാൻ മനോഗതം, മാറ്റിടാൻ മനോഗതം. ഭാരതത്തിൽ ദൂരം മനുജ മനസ്സുകൾ കന്യം, ദേശമനന്യം. ഭാരതത്തിൽ ദൂരം മനുജ മനസ്സുകൾ കന്യം, ദേശമനന്യം. ഇരുളാർന്ന 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള കക്കോവ് ജുമുഅത്ത് പള്ളി അടച്ചുപൂട്ടലിന്റെ വക്കിൽ. ആസൂത്രിതമായി പള്ളി തട്ടിയെടുക്കാനുള്ള ചേളാരി വിഭാഗത്തിന്റെ ശ്രമമാണ് ഇപ്പോൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തിനിൽക്കുന്നത്. കൊണ്ടോട്ടി തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന ചർച്ചയും ചേളാരി വിഭാഗത്തിന്റെ പിടിവാശി മൂലം അലസി. കൊണ്ടോട്ടി തഹസിൽദാർ, CI, SI എന്നിവരുടെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി സംയുക്തമായി മുന്നോട്ടു കൊണ്ടുപോവാനുള്ള ശ്രമത്തിനാണ് ചേളാരി വിഭാഗം തടയിട്ടത്. ഓരോ ആഴ്ച വീതം ഇരുവിഭാഗവും ജുമുഅ നടത്താനുള്ള തഹസിൽദാറുടെയും സുന്നി വിഭാഗത്തിന്റെയും തീരുമാനം അംഗീകരിക്കാൻ ചേളാരി വിഭാഗം തയ്യാറായില്ല. ഒടുവിൽ 2 ആഴ്ച AP വിഭാഗവും 2 ആഴ്ച EK വിഭാഗവും ജുമുഅ നടത്തുക എന്ന തീരുമാനത്തിൽ തഹസിൽദാർ എത്തിയെങ്കിലും ചേളാരി വിഭാഗം അതും അംഗീകരിക്കാൻ തയ്യാറായില്ല. പൂർണ്ണമായും തങ്ങൾക്ക് കീഴിൽ മാത്രം ജുമുഅ നടക്കണം എന്ന ചേളാരി വിഭാഗത്തിന്റെ പിടിവാശിയാണ് 100ഓളം വർഷം പഴക്കമുള്ള സംയുക്തമായി നടന്നുവന്നിരുന്ന കക്കോവ് ജുമുഅത്ത് പള്ളി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്താൻ കാരണം. ജുമുഅ മുടങ്ങരുതെന്ന നിർബന്ധമുള്ളതുകൊണ്ടാണ് സുന്നി വിഭാഗം എല്ലാ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി തഹസിൽദാറുടെയും പോലീസിന്റെയും നിർദ്ദേശം അംഗീകരിച്ചത്. എന്നാൽ പള്ളി പൂട്ടിയാലും പ്രശ്നമില്ല, പൂർണ്ണാധികാരം ഞങ്ങൾക്കു മാത്രം എന്ന പിടിവാശിയിലാണ് ചേളാരി വിഭാഗം. വിശദാംശങ്ങൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത അബ്ദുള്ള ഹാജി നൽകുന്നു. അങ്ങനെ എങ്കിലും ഉള്ള സമയത്ത് തന്നെ അവരിപ്പോൾ വഖഫിന് കേസ് കൊടുത്തു. ഈ കേസ് നിരക്കുന്ന സമയത്ത് ഇപ്പോൾ 2 വിഭാഗത്തും വഖഫ് ട്രിബ്യൂണൽ കേസാണ് ഇപ്പോ. ഈ കേസ് ഇപ്പോൾ ഇവിടെ ഏകപക്ഷമായിട്ട് ഇവിടെ നിസ്കാരവും കാര്യങ്ങളും നടത്താൻ നമ്മുടെ കേസിന് ബാധിക്കും. അതുകൊണ്ട് അവരോട് നമ്മൾ പറഞ്ഞു, ഈ കേസ് ഉള്ളത് കൊണ്ട് ഈ തീരുന്നത് കേസ് നിരക്കുന്നതുകൊണ്ട് 1 ആഴ്ച അവർ നടത്തണം, ഒരാഴ്ച നമ്മൾ നടത്തണം എന്ന് പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടു. ഒരാഴ്ച AP വിഭാഗം, ഒരാഴ്ച EK വിഭാഗം അങ്ങനെ നടത്തണമെന്ന്. അത് നേരത്തെ ഇവിടെ 2004 മുമ്പ് വിഷയം ഉണ്ടായപ്പോ അങ്ങനെ പോന്നിരുന്നു. അത് അവർ സമ്മതിച്ചില്ല. ആഴ്ചയിൽ ഒരു ദിവസം ഇടവിട്ട ദിവസങ്ങളിൽ ആഴ്ചകളിൽ നടത്തിയാൽ പോരാ. അവർ സമ്മതിച്ചു.
സമ്മതിച്ചില്ല. ചേളാരി വിഭാഗം സമ്മതിച്ചില്ല. പിന്നെ വീണ്ടും രണ്ടാഴ്ച വീണ്ടും ഒരു അഡ്രസ് കൊടുത്തു. ഓക്കെ. ഈ രണ്ടാഴ്ച കൂടുമ്പോ അവര് രണ്ടാഴ്ച നമ്മൾ പറഞ്ഞു. അവര് അത് അംഗീകരിച്ചില്ല. 2 ആഴ്ച വീതം ജുമ നടത്താന്നുള്ളതും അംഗീകരിച്ചില്ല. അംഗീകരിച്ചില്ല. അപ്പൊ അത് അക്രമ വിഷയമാണ്. പിന്നെ 2 വർഷം അവരെ പള്ളിയാക്കി മാറ്റിക്കൊണ്ട് അവരെ മാത്രം മാറ്റുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ലക്ഷ്യം. അതാണോ? അതാണ് അവർ നേരത്തെ തീരുമാനം പള്ളി കുട്ടിയെടുക്കാന്നുള്ളതാണ്. ആ ലക്ഷ്യം അവരോട് പൂർണ്ണ വിഷയമൊക്കെ. ആഴ്ചയിൽ ഒരു തവണ ഒരാഴ്ച EK വിഭാഗവും ഒരാഴ്ച AP വിഭാഗവും ജുമ നിർവഹിക്കാം എന്ന നമ്മുടെ അഭിപ്രായം അവർ സ്വീകരിച്ചില്ല. 2 ആഴ്ച ഇടവിട്ടാക്കാം എന്ന അഭിപ്രായം സ്വീകരിച്ചില്ല. അഭിപ്രായം തഹസിൽദാറും SI ഒക്കെ പറഞ്ഞു, അത് അവർ സ്വീകരിച്ചില്ല. തഹസിൽദാറും SIയും പറഞ്ഞു, പറഞ്ഞു. അതും അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒരു നിൽക്കും അവർ വിട്ടുകഴിഞ്ഞ് തയ്യാറില്ല. പിന്നീട് എന്താണ് എന്ത് തീരുമാനത്തിലാണ് അവസാനം എത്തിയിട്ടുള്ളത്? അവസാനം പിന്നെ അങ്ങനെ തീരുമാനം അതുകൊണ്ടാണ് തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തഹസിൽദാർക്കാണ് അതിന്റെ തീരുമാനിക്കാനുള്ള വകുപ്പ്, RTO കൊടുക്കാനുള്ള കൂട്ടാനുള്ള വകുപ്പ്. ഈ തീരുമാനിക്കേണ്ട അവരാണ്. നമ്മുടെ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞു കഴിഞ്ഞു. നമ്മള് പള്ളി കൂട്ടരുത്, ജുമ ശരിക്കും നടക്കണമെന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ ഈ വിഷയം ഇങ്ങനെ ആയതിന്റെ പേരില് ഇനി വിഷാദുണ്ട് അവർക്ക് പൂട്ടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. പൂട്ടാനാണ് സാധ്യത. കാണുന്നുണ്ട്. ഈ തീരുമാനത്തിനോട് അവർ യോജിക്കാത്തത് കൊണ്ട് ആഴ്ചയിൽ ഒരു തവണ EK വിഭാഗവും ഒരു തവണ AP വിഭാഗവും എന്ന തീരുമാനവും, അതല്ലെങ്കിൽ 2 ആഴ്ച തോതില് 2 ആഴ്ച AP വിഭാഗവും 2 ആഴ്ച EK വിഭാഗവും എന്ന തോതിലുള്ള തീരുമാനവും യോജിക്കാത്തത് കൊണ്ട്, അവര് ചേളാരി വിഭാഗം യോജിക്കാത്തത് കൊണ്ട് പള്ളി പൂട്ടേണ്ടി വരുമെന്നാണ് തഹസിൽദാർ അറിയിച്ചിരിക്കുന്നത്. 250-251 വീടുകൾ തോതിൽ ഇരുവിഭാഗവും ഉൾക്കൊള്ളുന്ന കക്കോവ് മഹലിൽ ചേളാരി വിഭാഗത്തിന്റെ പിടിവാശി മൂലം ജുമുഅത്ത് പള്ളി അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേളാരി വിഭാഗത്തിന്റെ പിടിവാശി 100ഓളം വർഷങ്ങൾ പഴക്കമുള്ള കക്കോവ് ജുമുഅത്ത് പള്ളി അടച്ചുപൂട്ടലിന്റെ വക്കിൽ തഹസിൽദാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച അലസി. സംസ്ഥാന മെഡിക്കൽ പ്രവേശന പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ആദ്യ 7 റാങ്കുകൾ ആൺകുട്ടികൾക്ക്. മടവൂർ CM സെന്റർ വിദ്യാർത്ഥിക്ക് മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 38ാം റാങ്ക്. ജിഷ വധക്കേസ് കേരളത്തിന് വെല്ലുവിളി തെളിയിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ പദത്തിലേക്ക്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഈ മാസം. അധ്യയന വർഷം ആരംഭിച്ചു. 80% പാഠപുസ്തകങ്ങളും സ്കൂളുകളിലെത്തി. കന്റോൺമെന്റ് ഹൌസിന് വീട്. VS അച്യുതാനന്ദൻ ഇനി പുതിയ വാടക വീട്ടിൽ. പദവി വേണമെങ്കിൽ കുറിപ്പ് നൽകേണ്ടതില്ല, നേരിട്ട് പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് VS അച്യുതാനന്ദൻ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.